അനിയുടെയും അനാമികയുടെയും വിവാഹത്തിന് മുമ്പുള്ള പൂജയുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ കനകവും ഇതേ സമയത്ത് ഇവരുടെ ഫാമിലി തന്നെ ആയതുകൊണ്ട് കനകവും ഇവരുടെ കൂടെ ഒരുമിച്ച് പോവാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു 10-20 എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും നീണ്ട ഒരു ഇതായിട്ടാണ്. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇടാത്തതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കനകം മനസ്സിലാക്കുന്നുണ്ടല്ലോ നയനയും ആദർശം തമ്മിൽ ഒരുമിച്ചല്ല എന്നുള്ള കാര്യമൊക്കെ, അവർ തമ്മിൽ ഇതുവരെ ഒരു ദാമ്പത്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ കനകം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കനകവും നവ്യയും കൂടെ പ്ലാൻ ചെയ്യാണ്, എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒരുമിപ്പിക്കണം തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇവരെ ഒറ്റയ്ക്ക് വിടാനായിട്ട് നവ്യയും കനകവും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലായിട്ട് ജലജയും ദേവേനയൊക്കെ ഇടങ്കോലുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ രണ്ടുപേരും കൂടെ മാല ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ആ ദീപം ഒഴുക്കിവിടാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യൻ പറയുന്നുണ്ട്. അപ്രകാരം രണ്ടുപേരും പരസ്പരം മാല അണിയിച്ച് ആദർശ നയനയും കൂടിയിട്ട് പതിയെ ഇറങ്ങി വന്ന് ഇതിലേക്ക് ഇത് ഒഴുക്കിടാൻ ശ്രമിക്കുമ്പോഴേക്കും കാല് വഴുതി നയന വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും നയനേനെ ആദർശ് ചാടി പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കണ്ണിൽ കണ്ണ് നോക്കി ഇങ്ങനെ ഒരു നിൽപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് രണ്ടുപേരും ഇറങ്ങിയിട്ട് ആ വാഴയിലുള്ള വിളക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. പൂജാരി പറയുന്നുണ്ട്, എന്തായാലും നല്ല ദിശയിലേക്ക് തന്നെയാണ് അതിൻ്റെ ഒഴുക്ക്, എന്തൊക്കെ പറഞ്ഞാലും ഐശ്വര്യമുണ്ട് ഈ ഒരു വിളക്കിന് എന്നൊക്കെ പറഞ്ഞ് പൂജാരിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനോട് വന്നിട്ട് കനകം പറയുന്നുണ്ട്, അവിടെ ആ ആൽത്തറയിൽ കണ്ടില്ലേ കുട്ടികളില്ലാത്തവർ അവിടെ തൊട്ടിൽ കെട്ടിയാൽ ഉറപ്പായും പിറ്റേ വർഷം അതേസമയം അവരെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരുമെന്നാണ് വിശ്വാസമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ ഇവിടെ ആർക്കാ അങ്ങനെ ചടങ്ങ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം, എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു മൂർത്തി സാറേ, നമ്മുടെ നയനമോളും ആദർശും ഇതുവരെ അവർക്ക് വിശേഷമൊന്നും അറിയിച്ചിട്ടില്ലല്ലോ, വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമാകാൻ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും പറയാണ്, അത് ശരിയാ കനകം പറഞ്ഞത്, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കനകം അവർ തമ്മിൽ നല്ലൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ, അല്ലാതെ അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ലോ എന്ന് ചോദിക്കുമ്പം കനകം പറയാണ്, അതാ മൂർത്തി സാറേ ഞാൻ പറഞ്ഞത്, രണ്ടുപേരെയും കൊണ്ട് അവർ തൊട്ടിൽ കെട്ടിയിട്ട് ഇവിടെയുള്ള വിശ്വാസം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, 1 വർഷത്തിനുള്ളിൽ അവർക്ക് കുട്ടികളുണ്ടാവുമെന്ന് അവരുടെ മനസ്സിലപ്പോൾ ആ ഒരു വിശ്വാസം കയറുമല്ലോ. അത് മാത്രമല്ല ഇവിടെ തൊട്ടിൽ കെട്ടിയാൽ 1 വർഷത്തിനുള്ളിൽ കുട്ടികളുണ്ടാവുമെന്നുള്ളത് ഇവിടുത്തെ ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ മനസ്സ് മാറാനും അവർ തമ്മിൽ അടുപ്പം ഉണ്ടാവാനും ദേവിയായിട്ട് തന്നെ ഒരു വഴിയെടുക്കുന്നതാണ് കരുതിക്കൂടെയും ചോദിക്കുമ്പം മുത്തശ്ശി പറയാണ്, കനകം പറഞ്ഞത് 100% സത്യമാണ്. ഇവിടെ ഒരു തൊട്ടിൽ കെട്ടിയാൽ ആ ദേവിയുടെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടാകും, അതുമൂലം അവർ സ്നേഹിക്കാനും അവരൊന്നാകാനുമുള്ള കാരണമാകുമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനനെയും ആദർശനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ വരുമ്പോൾ ദേവൻ ചോദിക്കുകയാണ്, എന്താ അച്ഛാ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല, ഇവരോട് എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും നാണം കിട്ട് ദേവയാനി മാറിപ്പോകുന്നുണ്ട്. എന്താ മുത്തശ്ശ കാര്യമെന്ന് ആദർശ് ചോദിക്കുമ്പം, എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം മറന്നോന്ന് ചോദിക്കുകയാണ്. എന്താ മുത്തശ്ശാന്ന് ചോദിക്കുമ്പം, അല്ല ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ എനിക്ക് കാലമുണ്ടാവൂന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ്, അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പം, അല്ല ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ മരത്തിൽ ഒരു തൊട്ടിൽ കെട്ടണം. ഈ മരത്തിൽ തൊട്ടിൽ കെട്ടിയാൽ 1 വർഷത്തിനുള്ളിൽ കുട്ടികൾ ഉണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ വിശ്വാസമാണ്, അത് ദേവിയുടെ അനുഗ്രഹമാണ്. രണ്ടുപേരും മനസ്സിൽ നന്നായി ദേവിയെ പ്രാർത്ഥിച്ച് പോയി കെട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കണം, മുത്തശ്ശ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പം, ആവശ്യമുണ്ട്, നിങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഏറ്റവും മൂത്ത കൊച്ചുമകനാണ് നീ, നിൻ്റെ ഒരു കുട്ടിയെ താലോലിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം, പെട്ടെന്നെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ആ ആഗ്രഹം സഫലീകരിക്കാതെ പോവില്ലേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ഇനി മരിക്കുന്ന കാര്യമൊന്നും പറയണ്ട, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നയന ഒരു തൊട്ടിൽ കൊണ്ടുവന്ന് കെട്ടാൻ നോക്കുമ്പം അവൾക്കത് എത്തുന്നില്ല. അപ്പോഴേക്കും കനകം പറയാണ്, മരുമോനെ അവളെ എടുത്തു പൊക്കി അത് കെട്ട്, രണ്ടുപേരും ഒരുമിച്ചാണ് കെട്ടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനേനെ ആദർശ് പതിയെ എടുത്തു പൊക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു പൊക്കി നയന ആ മരത്തിൽ ഒരു തൊട്ടിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ തൊട്ടിൽ കിട്ടുന്നത് കാണുമ്പോഴേക്കും അത് മുത്തശ്ശിക്കും കനകത്തിനൊക്കെ വളരെ സന്തോഷമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ പതിയെ താഴെ ഇറക്കുമ്പം രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും കാറ്റടിച്ച് ആ മരത്തിലെ അവിടെ ഉണ്ടായിരുന്ന മരത്തിലെ പൂക്കളൊക്കെ ഇങ്ങനെ പറന്ന് അവരുടെ മേത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ്, കണ്ടില്ലേ ഐശ്വര്യം, ദേവിയുടെ അനുഗ്രഹമാണെന്ന് വേണം കരുതാൻ. രണ്ടുപേർക്കും ഇപ്പൊ സന്തോഷമായില്ലേ, എത്രയും പെട്ടെന്ന്, അതായത് 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ
എനിക്ക് താലോലിക്കാൻ പറ്റണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവർ അടുത്തേക്ക് വരുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെയും കാൽക്കൽ വീണ് രണ്ടുപേരും അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ട് കുഞ്ഞുകുട്ടികളുമായിട്ട് ജീവിക്കണം, ഒരുപാട് കാലം ജീവിക്കണമെന്ന് മുത്തശ്ശൻ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മാറിപ്പോകുമ്പം കനകം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മൂർത്തി സാറേ, രണ്ടുപേരുടെ ഇടയിൽ ഇപ്പം ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ദേവിയും കൂടി അവർക്ക് കഴിഞ്ഞാൽ ഉറപ്പായും അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇത്രയും നാളോട് നിന്നിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതാ പറയുന്നത്, പെമ്മക്കളുടെ മനസ്സ് അമ്മയ്ക്ക് കണ്ടെത്താനാവൂന്നുള്ളത്. നീ വന്നതുകൊണ്ടാ ഇപ്പം അവർ ഇത്രയെങ്കിലും അടുത്തത് എന്ന് കനകത്തിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് പൂജയും വഴിപാടുകളെല്ലാം കഴിച്ചു തീർക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അവരുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് എന്ന് പറയുമ്പം കനകം പറയുന്നുണ്ട്, അബി ഇവിടെ വന്നിട്ട് പലതവണയായിട്ട് നവ്യനെ ഒഴിവാക്കാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കനകത്തിനോട് ഞാൻ പറഞ്ഞത്, എപ്പോഴും നവ്യയുടെ കൂടെ തന്നെ വേണമെന്ന്. എപ്പോഴും ഒരു കണ്ണ് അബിയുടെ മേലും ജലജയുടെ മേലും വേണം. രണ്ടുപേരും ഒന്നിനൊന്നും വെച്ച ആ അമ്മയുടെ സ്വഭാവം അതേപടി പറിച്ചു നട്ട മകനാണ് അബി. അതുകൊണ്ട് എപ്പോഴും അവൻ്റെ മേലെ ശ്രദ്ധ വേണം. എന്ത് ചെയ്യാനും അവർ മടിക്കില്ല. നവ്യയുടെ കുഞ്ഞിനെയും പോലും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അബിക്കാണെങ്കിലോ തൻ്റെ കുട്ടിയാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്നുള്ള ബോധം പോലും ഇല്ല. അവനെന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ എന്ന് കനകത്തിനോട് ചോദിക്കുമ്പോൾ കനകം പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതുകൊണ്ട് നിഴല് പോലെ അവളുടെ പുറകെ തന്നെയുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയാണ്. അസംഭവങ്ങൾ കുറേയൊക്കെ നടന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് കനകം മുത്തശ്ശനോട് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, പേടിക്കണ്ട, ഈശ്വരനുണ്ട്, ദേവിയുടെ പടിയാണ്, ദേവിയുടെ നടവാതിലാണിത്. ഇവിടെ വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ ദേവി സമ്മതിക്കില്ല. അത് മാത്രമല്ല, ദുഷ്ടന്മാരെ ദേവി പന പോലെ വളർത്തിയിട്ട് വെട്ടിക്കളയത്തേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. എന്തായാലും അബിക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് നവ്യയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് കനകത്തിനോട് പറയാണ്. കനകം പറയാണ്, ഞാനത് പറഞ്ഞിരുന്നു, പക്ഷേങ്കിൽ ഞാൻ അവൾ എന്ത് പറഞ്ഞാൽ പോലും അബി ആദ്യം ചെന്ന് പറഞ്ഞത് ജലജയോടാ. അത് നിർത്തിയാൽ മാത്രമേ അവനൊരു നേർവഴി ഉണ്ടാവുള്ളൂ. ജലജ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് അബി തുള്ളുന്നത് എന്ന് കനകം പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും നവിയോട് പറയണം അവൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ. പൂർണ്ണമായി നവിയിലേക്ക് അവൻ മാറുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം നന്നാവും. നവിയും ഇപ്പം ഒരുപാട് ഭേദമായിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ആദർശ നയനയും കൂടെ കൂടിയിട്ട് ആ അമ്പലമൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്ക് തന്നെ ചമ്മലായതുകൊണ്ട് അവർ രണ്ടുപേരും കയ്യിൽ പിടിക്കാതെ ചുമ്മാ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസും ഇതിൻ്റെ ബാക്കി റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.